നമ്മൾ ചർലപ്പള്ളിക്ക് പോവാണ്. ഈ കിടക്കുന്ന സിർപ്പൂർ കാഗസ് നഗർ ഇന്റർസിറ്റിക്ക്. അപ്പോൾ വേഗം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും 8:18 8:00 വണ്ടി വിടണ്ടേ. 8:25 വണ്ടി വിട്ടിട്ടില്ല. ഏതോ ഭാഗ്യത്തില് ഓടിപ്പടിച്ച് വന്നതാണ്. ഈ വണ്ടി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കുള്ളൂ ചർലപ്പള്ളിക്ക് വണ്ടി. ഈ വണ്ടി വിടുക കേട്ടെ. ഇത് ജനറൽ അല്ലേ? ജനറലാ ഭാഗ്യം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 മിനിറ്റുള്ള പെട്ടെന്ന് ഓടി വന്നപ്പോഴേക്കും ഭാഗ്യത്തിന് വണ്ടി വിട്ടില്ല. ഈ ചർലപ്പള്ളി സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈയിടെ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു സ്റ്റേഷനാണ്. ഭയങ്കര അടിപൊളിയാണത് കാണാൻ വേണ്ടിയിട്ട്. എയർപോർട്ട് പോലത്തെ സ്റ്റേഷനാണെന്നാണ് പറയുന്നത്. സിർപ്പൂർ കാഗസ് നഗർ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. തെലങ്കാനയിലാണ് വരുന്നത്. അത് നമ്മളെ ചന്ദ്രാപൂർ ബല്ലർഷൊക്കെ കഴിഞ്ഞിട്ടില്ല, അത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് മിക്കവാറും ശബരിമല സ്പെഷ്യലൊക്കെ ഓടിക്കുന്നത് നമ്മൾ ഇത്തവണയും കണ്ടായിരുന്നു. സിർപ്പൂർ കാഗസ് നഗറിന് കൊല്ലത്തേക്കൊക്കെ ഇത് ശബരിമല സ്പെഷ്യല്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പയ്യെ എടുത്തോണ്ട് നമുക്ക് വേഗം കിട്ടി. 8:25 എടുത്തത്. അതുപോലെ എടുത്തപ്പോഴും കുറേ ആൾക്കാർ ചാടി കയറുന്നതുകൊണ്ട് പയ്യെ വണ്ടി എടുത്തത്. ഞാൻ ധൃതി പിടിച്ച് ഈ വണ്ടി കയറാൻ കാര്യം, ഇനി ഈ വണ്ടി ചർലപ്പള്ളി നിർത്തുന്ന വണ്ടി ഇനി 10 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സമയം നിൽക്കണം, 1.5 മണിക്കൂർ നിൽക്കണം. അതുകൊണ്ട് ഈ വണ്ടിക്ക് കയറിയത്. ഓരോ വണ്ടികൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഇതേപോലെ ലാലാഗുഡ പീസ പോലെ കേട്ടോ. എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. ഏത് വണ്ടിയാണോ എന്തോ, വിശാഖ എക്സ്പ്രസ്. ആ വണ്ടിയാ. വിശാഖപട്ടണത്തിൽ നിന്ന് ഇടുന്ന ഒരു ഓവർനൈറ്റ് വണ്ടി കേട്ടോ. വിശാഖപട്ടണം സെക്കന്ദരാബാദ് വിശാഖ എക്സ്പ്രസ്. ആ സെക്കന്ദരാബാദ് ഏരിയ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേട്ട് പിന്നെ മൂടൽമഞ്ഞ്. സിറ്റി, ആ പ്രോപ്പർ സിറ്റിയിൽ മാത്രമാണ് മൂടൽമഞ്ഞില്ലാത്ത, ബാക്കി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. റായ്പൂർ ഉണ്ടല്ലോ, ഛത്തീസ്ഗഡിലെ റായ്പൂർന്ന് സെക്കന്ദരാബാദിലേക്ക് വരുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇതേ പോകുന്നത്. ഇതാണ് ചർലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരുപാട് നീളമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഈ സ്റ്റേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ചർലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതിൻ്റെ കെട്ടിടമൊക്കെ നല്ല അടിപൊളി കെട്ടിടമാണ്. അപ്പോൾ നമുക്ക് ആ ചർലപ്പള്ളി സ്റ്റേഷൻ അവിടെ ആ നെയിം ബോർഡിനോടൊപ്പം ഒരു പിക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, എൻട്രൻസിന് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ വന്ന വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ചർലപ്പള്ളി. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സിറ്റിയിലും ഇതേപോലെ സിറ്റിക്ക് പുറത്ത് ഒരു സ്റ്റേഷൻ ഉണ്ടാവും. അതേപോലത്തെ സ്റ്റേഷൻസ് ആണ് ഹൈദരാബാദിലെ ലിംഗംപള്ളി, ഇതേപോലെ ചർലപ്പള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചർലപ്പള്ളിയിലാണ്. ഇത് പുതിയതായിട്ട് വന്നൊരു സ്റ്റേഷൻ അല്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ അവരത് റീഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്താണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ട്രാക്കാണ് കേട്ടോ. ഇവിടെ 2 ട്രാക്ക്, 3, 4, 5, 6, 7 അങ്ങോട്ട് കിടക്കുക ട്രാക്ക്. ഇഷ്ടംപോലെ ട്രാക്കും മെയിൻ്റനൻസ് ചെയ്യുന്ന സ്ഥലവും. അതായത് ഭാവിയിൽ ഇവിടെ ഒരു വലിയൊരു ഹബ്ബാക്കി വരുമാറ്റും. അതായത് കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ സെക്കന്ദരാബാദിന്, ഹൈദരാബാദ്, ലിംഗമണിയൊക്കെ തുടങ്ങുന്നില്ലേ. അപ്പോൾ ഇനി കുറേ വണ്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ശബരി എക്സ്പ്രസ് ഒക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ശബരി എക്സ്പ്രസ് ഒക്കെ ഇനി ചർലപ്പള്ളിന്നായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടുത്തെ തിരക്ക് അത്രയും കുറയും. അതിനുവേണ്ടിയാണ് ഇവർ ഈ ഒരു സ്റ്റേഷൻ റീഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തത്. ഇഷ്ടംപോലെ ട്രെയിൻസ് ഇവിടെ നിന്ന് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇത്രയും സ്ഥലമുള്ളതുകൊണ്ടേ. സ്ഥലം മാത്രമല്ല, മെയിൻ്റനൻസിന് വേണ്ടി അവിടെ സ്ഥലമുണ്ട്. അവിടെ ഒരു കോച്ചിങ് ഡിപ്പോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ വണ്ടികൾ കൊണ്ടിട്ട് സ്റ്റേബിൾ ചെയ്തിടാൻ വേണ്ടി ഇഷ്ടംപോലെ ട്രാക്കുണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വലിയൊരു സ്റ്റേഷൻ കേട്ടോ. നല്ല ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു സ്റ്റേഷനാണ്. സെക്കന്ദരാബാദിൽ നിന്നൊരു 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ചർലപ്പള്ളിയിലേക്ക്. നല്ല നീറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ലിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ആ ലിഫ്റ്റ് വർക്കിംഗ് ആണോ നോക്കട്ടെ. ലിഫ്റ്റ് വർക്കിംഗ് ആണോ നോക്കാം. ലിഫ്റ്റ് വർക്കിംഗ് ആണോ എന്ന്. വർക്കിംഗ് ആട്ടോ. അയ്യോ, പക്ഷെ ലിഫ്റ്റൊന്നും ക്ലീനൊന്നും അല്ലാണ്ട്. അത് നമ്മളെ ആൾക്കാരുടെ സ്വഭാവമാണല്ലോ. എന്തെങ്കിലുമൊക്കെ പണിത് വെച്ചാലും അത് ക്ലീൻ ആക്കുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുക, ആ പരിപാടിയൊന്നും ഇല്ലാണ്ട് എന്തൊക്കെയാ. അത് ലിഫ്റ്റ് അതേപോലെ കൊണ്ടുവച്ച പോലെ ഉണ്ട് കണ്ടോ. എന്തല്ലേ. ഇതേപോലത്തെ ഒരു അടിപൊളി സ്റ്റേഷനായിരുന്നു ബാംഗ്ലൂരിലെ SMBT ബംഗളൂരു. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര ശോകമാണ്. ഇവർ ദയവേത് ഇവിടെ നിന്നൊക്കെ ഈ ബംഗാൾ ഭാഗത്തേക്കൊക്കെ വണ്ടി ഓപ്പറേറ്റ് ചെയ്ത ഈ സ്റ്റേഷൻ്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ ഗുദാഹവയാവുന്നു എനിക്ക് ഉറപ്പാണ്. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് അതാ ശബ്ദം കേട്ടോ. ബംഗാളിലേക്കൊക്കെ ഇവിടെ നിന്ന് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തീർന്നു. പിന്നെ ഒന്നും പണ്ട് കാര്യമില്ല.
അപ്പോൾ ഇതിനെ ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല വീതിക്കാണ് ഇതിൻ്റെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഇവർ പണിതിരിക്കുന്നത് കേട്ടോ. നല്ല വീതിയുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം അവിടെ ആണെങ്കിലും ഇതിന് മെയിൻ എൻട്രൻസ് വരുന്നുണ്ട് ആ സൈഡിലാണ് കേട്ടോ. ഫസ്റ്റ് പ്ലാറ്റ്ഫോം 1, 2, 3, 4, 5, 6, 7, 8, 9 പ്ലാറ്റ്ഫോം ഉണ്ട് മൊത്തം ഈ ഒരു ചർലപ്പള്ളി സ്റ്റേഷനിൽ. നമ്മൾ ഈ FOB മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏകദേശം നമുക്ക് ഈ മറ്റേ എയർപോർട്ടിലൊക്കെ നമ്മൾ ഗേറ്റ്സിലോട്ട് പോകത്തില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഏകദേശം വരുന്നുണ്ട് ഈ ഒരു റൈറ്റിംഗ് ഒക്കെ ഏകദേശം കാണുമ്പോൾ. ഒരുപാട് യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു അത്രയും വീതിക്കാണ് ഈ പണിതിരിക്കുന്നത് കേട്ടോ. നല്ല വീതിയുണ്ട്. ഇവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ നോക്കാം. ഇതാണ് എക്സിറ്റ് കേട്ടോ. കൊള്ളാം. ഇവിടെ റിട്ടേൺ റൂം പരിപാടി ഒന്നും തുടങ്ങിയെന്ന് അറിയത്തില്ല, നോക്കണം. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്ക് നോക്കട്ടെ. കാർ പാർക്കിംഗ്, 2 വീലർ പാർക്കിംഗ്, ബസ് ബേ, RPF ഓഫീസ്, പാഴ്സൽ ഓഫീസ്, സ്റ്റേഷൻ മാനേജർ, റിസർവ്ഡ് ലോഞ്ച്, എക്സിക്യൂട്ടീവ് ലോഞ്ച്, വെയിറ്റിംഗ് ഹാള്, ഫുഡ് പ്ലാസ, ഇത്രയൊക്കെ വെയിറ്റിംഗ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊണ്ട് ആർക്കധികം ഫംഗ്ഷനിങ് ആയി തുടങ്ങിയതെന്ന് അറിയത്തില്ല. കാരണം ഇത് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ ഇവിടെ മുന്നിൽ തന്നെ ഇത് കണ്ടോ, ഹോട്ടലിലൊക്കെ കയറി ചെല്ലുമ്പോൾ റിസപ്ഷനൊക്കെ പറഞ്ഞാൽ ഹെൽപ്പ് ഡെസ്ക്. ആരും ഇല്ല അവിടെ. വെൽക്കം ടു ചർലപ്പള്ളി സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ നല്ല അടിപൊളി പെയിൻറ്റിങ് ഒക്കെ കാണാൻ കണ്ടോ. നൈസ്, കൊള്ളാം. ഇതൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നല്ല വീതിയാണ് കേട്ടോ. ഇപ്പം നല്ല മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. നല്ല മെയിൻറ്റെയിൻഡ് ആണ് ഇപ്പം. നല്ല വീതിയുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അറിയോ. എനിക്ക് കൊള്ളാം. നല്ല ആരും ഇല്ല ഇപ്പോൾ ഇവിടെ. സംഭവം പറഞ്ഞാൽ ആരും ഇല്ല. ഇവിടുന്ന് ട്രെയിൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറേ സ്പെഷ്യൽ ട്രെയിനൊക്കെയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. മെയിനായിട്ടുള്ള വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പയ്യെ തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റേഷൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. ഇനി സ്റ്റേഷൻ്റെ പുറത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേഷൻ്റെ പുറത്ത് അടിപൊളിയാണെന്നാണ് എൻ്റെ പടമൊക്കെ കണ്ടത്. എൻ്റെ മോനെ, ഇത് കിടുക്കയറ്റോ കേട്ടോ. ഇത് കിടുക്കയറ്റോ. ഞാൻ തിരിഞ്ഞ് കാണിച്ചു തരാം. ഇത് സെറ്റ് സംഭവമാണ്. ഒരു രക്ഷയില്ല. ഇതെന്താണ് പടുതി വെച്ചിരിക്കുന്നത്. ഇത് നോക്കി, ഇതെന്താ സംഭവം. ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ? ഇത് SMVT ബംഗളൂരു വന്ന് ഇതിൻ്റെ ഏലത്ത് പോലും കൊണ്ട് വെക്കാൻ പോലും പറ്റത്തില്ല. ഇത് കിടുവായിട്ട് ഇത് ചർലപ്പള്ളി. എൻ്റെ മോനെ, അടിപൊളി. ഇത് ഇവര് ഒന്നുകൂടെ സെറ്റാക്കി എടുത്താൽ അടിപൊളിയാണ്, അറിയോ. നിങ്ങൾ ഈ കാണുന്ന ഈ ചർലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 430 കോടി രൂപ ചെലവിട്ട് പണിത ഒരു സ്റ്റേഷനാണ് കേട്ടോ. 2020 ആരംഭിച്ചാണ് ഇതിൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ. 2024 അവസാനത്തോടെ എല്ലാം കഴിഞ്ഞു. 2025 ജാനുവരിയിൽ ഇത് ഓപ്പൺ ചെയ്തു. 4 കൊല്ലം കൊണ്ടാണ് ഈ ഇത്രയും ഒരു സെറ്റപ്പ് ആക്കി എടുത്തത്. ശരിക്കും ഒന്ന് അടിപൊളിയാണ് കേട്ടോ. കാരണം അവിടെയൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ചാർജ് ഇല്ല ഫോണിൽ. ചാർജായിട്ട് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ. എയർപോർട്ടിനെ വെല്ലുന്നൊരു ഐറ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 മാസമായേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നാശിയം പോകുന്നത് എങ്ങനെയാണെന്നറിയോ. ഈ കണ്ട UP-ക്കാരും ബംഗാളികളും അവന്മാരെല്ലാം ഇവിടെ വന്നാൽ ഉറപ്പായിട്ട് ഇത് നശിയും. അത് 101% ഉറപ്പാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ തീർന്നിടപാട്. പിന്നെ ഇവന്മാർ ഈ പാൻപരാഗും ഇതും എല്ലാം ഇവിടെ തുപ്പി SMVT ബംഗളൂരിൻ്റെ അപ്പുറമൊക്കെ ഇത് നോക്കുക തുടങ്ങിയാൽ വേറെ വല്ല നമ്മുടെ അങ്ങോട്ടോ അല്ലെങ്കിൽ വേറെ ആന്ധ്രയുടെ അകത്ത് തന്നെയുള്ള ട്രെയിൻസൊക്കെ ആണെങ്കിൽ പിന്നെയും ഭേദമായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ UP ഭാഗത്തേക്കുള്ള വണ്ടികൾ തുടങ്ങുകയാണെങ്കിൽ ഈ കാര്യം, ഈ സ്റ്റേഷൻ്റെ അവസ്ഥ പിന്നെ ശോകമായിരിക്കും. അത് ഉറപ്പാണ്. ഒന്നെങ്കിൽ ഇവരിത് കട്ടായമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യിക്കണം. അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. ചെയ്യുന്നവർക്ക് നല്ല ഫൈൻ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പോക്കാം. അത് ഞാൻ ഇപ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. അതായത് അവരെ അധിക്ഷേപിച്ച് പറഞ്ഞു ഒന്നുമല്ല. അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും കാണുന്ന കാര്യമില്ല. അവർ ചെയ്യുന്ന കാര്യമില്ല ഇതൊക്കെ. ഈ കാണുന്ന എല്ലാം പാർക്കിംഗ് സ്ഥലങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അങ്ങ് നീണ്ടു വന്ന് കിടക്കുക. ഞാൻ പറഞ്ഞില്ല, നല്ല വലിപ്പത്തിൽ ഇവർ പണിതേക്കുന്നത്. വലിപ്പമെന്നറിയോ, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ഒരു വലിയൊരു സ്റ്റേഷൻ. നമുക്കിതിൻ്റെ ഇനി അങ്ങോട്ട് പോകണ്ട. അവിടെ പാർക്കിംഗ് ആണ്. നമുക്കിനി അങ്ങോട്ട് അവിടെ എന്താ ഉള്ളത് നോക്കാം. അനൗൺസ്മെൻ്റ് ഒക്കെ പുറത്തും ഉണ്ടല്ലോ, കൊള്ളാമല്ലോ. നമ്മൾ നടന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ബുക്കിംഗ് ഓഫീസാണ് കാണാൻ പറ്റുന്നത്. ബുക്കിംഗ് ഓഫീസ് ഇതാണ്. ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസ് സെറ്റപ്പ് ആണല്ലോ, കൊള്ളാമല്ലോ. അതുകൊണ്ട് ബുക്കിംഗ് ഓഫീസ് ഉണ്ടോ. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. ബുക്കിംഗ് ഓഫീസ് മാത്രമല്ല, അല്ലാതെ നമുക്ക് കറണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. എൻക്വയറി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കൗണ്ടർ അല്ലേ. ഞാൻ പറഞ്ഞില്ല ഇവിടെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. ആ കാണുന്ന മെയിൻ്റനൻസ് ചെയ്യുന്ന ആ ഒരു
കോച്ചിൻ ഡിപ്പോ ആണ് കാണുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടികളൊക്കെ ഭാവിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നായിരിക്കും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഏതോ റേക്കൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് നടന്ന തീരത്തില്ല കേട്ടോ ഈ സ്റ്റേഷൻ. ഇതിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന എന്തോ FOB ആണെന്ന് തോന്നുന്നു. പ്രീപെയ്ഡ് ടാക്സികളുടെ എന്തോ ഒരു പാർക്കിംഗ് ആണെന്ന് തോന്നി കാണുന്ന കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രീപെയ്ഡ് ടാക്സി എന്ന്. അത് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കും നോക്കി. ഇത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന FOB ആണ്. അതായത് സ്റ്റേഷനകത്ത് കയറാൻ സ്റ്റേഷന് പുറത്തൂടെ ഉള്ളൊരു ഫുട് ഓവർ ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ ട്രെയിൻസ് ഒക്കെ വരുമ്പോൾ മെയിൻ്റനൻസ് നടക്കുന്ന ആ ഒരു കോച്ചിൻ ഡിപ്പോ കണ്ടോ, അത് വരെ അടിപൊളിയാക്കിയൊരു പണിതിട്ടുണ്ട് കേട്ടോ. പുത്തൻ ട്രാക്ക്, പുത്തൻ സംഭവങ്ങൾ. നമ്മൾ ഈ ഫുട് ഓവർ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ഇതിന് അത്രയും വീതിയില്ല കേട്ടോ. പക്ഷേ സ്റ്റേഷനകത്തത്തെ ഓവർ ബ്രിഡ്ജിന് നല്ല വീതിയാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവിടെ നിന്ന് സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചർലപ്പള്ളിയിൽ നിന്ന്. അപ്പോൾ ചർലപ്പള്ളിയിൽ നിന്ന് അൽസാപ്പൂർ എന്നൊരു സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്കാണ് കിടക്കുന്നത്. ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ വന്നാണ്. എന്ത് സൈലൻസ് എന്ന് നോക്കി നോക്ക്. ഭയങ്കര സൈലൻസ് കേട്ടോ ഈ സ്റ്റേഷൻ. ആരും ഇല്ലല്ലോ ഇവിടെ. ഭയങ്കര സൈലൻസാണ്. ഇത് മറ്റേ സെക്കന്ദരാബാദ് മുംബൈ ദുരന്തോടെ റേക്ക് ആയിക്കൊണ്ടിട്ടേക്കുന്നുണ്ട. സെക്കന്ദരാബാദ് ലോക്മാന്യ തിലക് ദുരന്തോ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ശബരി എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിർത്തും. നമുക്ക് നോക്കട്ടെ ആ വണ്ടിക്ക് കയറി സെക്കന്ദരാബാദ് പോകാൻ പറ്റും നോക്കാം. പക്ഷേ വണ്ടി ലേറ്റാണ്, 1 മണിക്കൂർ പ്ലസ് ലേറ്റാണ്. നോക്കട്ടെ, അല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കയറി പോവാം. ഈ ചർലപ്പള്ളി സ്റ്റേഷനിലൊക്കെ മെട്രോ ആക്സസ് ഒന്നുമില്ല കേട്ടോ. പകരം ഇവരുടെ TGSRTC ബസ്സൊക്കെ ഉണ്ട്. ടുവാർഡ്സ് പ്ലാറ്റ്ഫോം നമ്പർ 1 പോയാൽ വേണ്ട ഈ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും. സെക്കന്ദരാബാദ് പോകുന്ന ബസ്സൊക്കെ ഇവിടെ കിട്ടും. പ്ലാറ്റ്ഫോം നമ്പർ 9 പോയാൽ ഉപ്പാൽ, രാമനാഥ്പൂർ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകളൊക്കെ കിട്ടും. ഇത് പക്ക നമ്മൾ ഈ ബാംഗ്ലൂരിൽ അവിടെ ഇടയ്ക്ക് ഷോപ്പിംഗ് മാളിൻ്റെ സൈഡിൽ കൂടി നടക്കത്തില്ലേ, അതേപോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. എന്തല്ലേ നമ്മുടെ രാജ്യത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ ആവട്ടല്ലേ. ഇതുപോലെ ആയില്ലെങ്കിലും ഏകദേശം അത്യാവശ്യം നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെയൊക്കെ മറ്റേ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അടിപൊളിയാവുമല്ല വൈകാതെ തന്നെ. നമുക്കിനി തിരിച്ചു പോകാം. ഇനി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു റെയിൽവേ സ്റ്റേഷൻ. ഇത്രേ ഉള്ളൂ സംഭവം. പക്ഷെ കൊള്ളാം കേട്ടോ, അടിപൊളി. ഇനി ഇവിടുന്ന് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. നോക്കാം. ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ശബരിയൊക്കെ ഇങ്ങോട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് വരാം. ഈ വണ്ടി ശബരിക്ക് കയറി വരാം. ഇതൊക്കെ അവിടെ തല്ലിപ്പോയി എന്തോ ആണോ എന്തോ. ഇവിടെ ഞാൻ മെയിനായിട്ട് കണ്ടൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മളുണ്ടാ മെയിൻ എൻട്രൻസിന് അവിടെ ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് ഇവിടെ ബാക്ക് എൻട്രൻസിൻ്റെ ഇവിടെ താഴെ എടുത്തിട്ടുണ്ട്. അതാ ടോയ്ലറ്റ് കണ്ടോ പോരെ. എന്നാൽ ഇവർക്ക് അവിടെ ഒരെണ്ണം പഠിത്ത് വെച്ച് ഇപ്പോൾ എന്തോ പ്രശ്നം എനിക്കറിയാൻ പാടില്ല. അവിടെ ചോദിച്ചു പോകാം ഇവിടെ ഉള്ള ടോയ്ലറ്റ് ഉണ്ട്. എന്താ നോക്ക്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പ്ലാറ്റ്ഫോം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇരിക്കാൻ ഒരു സൗകര്യമില്ല. അതാണ് മെയിൻ കാര്യം. പോരെ, ഇരിക്കാൻ ഒരു സൗകര്യമില്ല. അവിടെ ഷെൽട്ടറുണ്ട്. അവിടെ ഷെൽട്ടറിന് അവിടെ ആണെങ്കിലും ഇരിക്കാൻ സൗകര്യമില്ല. പോരെ, എല്ലാം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. സിർപ്പൂർ കാഗസ് നഗറിന്ന് സെക്കന്ദരാബാദ് വരെ പോകുന്ന ഭാഗ്യനഗർ ഇൻ്റർസിറ്റിയാണ് ഈ വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടം വരെ വന്നില്ലേ, സെക്കന്ദരാബാദ് സിർപ്പൂർ കാഗസ് നഗർ. ആ വണ്ടിയുടെ പേര് വണ്ടി ഏത് കണ്ടോ. അപ്പോൾ ഇതിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. നമ്മൾ ഈ വണ്ടിക്കല്ല, നമ്മൾ അടുത്ത വണ്ടിക്ക് പോകാം. നമുക്ക് പയന്നരയ്ക്ക് ഒരു വണ്ടിയുണ്ട്, ഒരു കക്കറ്റിയാൻ എന്നൊരു വണ്ടി. അതിന് കയറിപ്പോവാം. ശബരി അതിൻ്റെ പുറകില്ല. ശബരി ലേറ്റ്, എല്ലാം ലേറ്റാണ്. എല്ലാം 1 hour പ്ലസ് ലേറ്റായിരുന്നു. ഈ വണ്ടിയും 1 മണിക്കൂർ ലേറ്റാണ്. ഇവിടെ ആകെ ഇരിക്കാൻ സ്ഥലമുള്ള വണ്ടി ഈ ഒരു ഷെൽട്ടറിനകത്താണ് കേട്ടോ. ഞാൻ തപ്പിപ്പിടിച്ച് വന്നതാണ് ഇവിടെ. അവിടെ അങ്ങ് ഇരിക്കാനൊരു സ്ഥലം പോലും ഇല്ല കണ്ട. ഇവിടെ വന്ന് കാണാൻ ഇരിക്കാൻ വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് ശബരിക്ക് കയറി സെക്കന്ദരാബാദ് പോകും കേട്ടോ. നമുക്ക് എന്തോ ഭാഗ്യത്തിൽ ശബരി കിട്ടും. ഇപ്പോൾ ശബരി ആദ്യം വരുന്നത്. നേരത്തെ പറഞ്ഞ ആ കക്കട്ടിയാന്ന് പറഞ്ഞ വണ്ടി അത് ലേറ്റാണ് കേട്ടോ. എന്തോ പേരല്ലേ, കക്കത്തിയ അങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല. കൊള്ളാം. അപ്പോൾ വണ്ടി എവിടെ വരുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ആണോ ഇതിനപ്പുറത്താണോ, മിക്കവാറും അപ്പുറത്താവാനാണ് ചാൻസ്. ഇവിടെ ഒരു BCN ഗുഡ്സ് ട്രെയിൻ ഇവിടെ വന്നിട്ട് റിവേഴ്സ് എടുക്കുന്നുണ്ടോ. കൊള്ളാമല്ലേ. റിവേഴ്സ് എടുത്ത് ഇത് എങ്ങോട്ട് പോവുകയാണോ എന്തോ. കാസിപ്പേട്ട് ഷെഡിൻ്റെ 2 WDG4 ലോക്കോ കേട്ടോ. ഇത് ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഇത് ഈ ഗുഡ്സിനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ റിവേഴ്സ് അടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് പിന്നെയും പോവാം. എന്തോ കാണിക്കുമെന്ന് ആർക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിന് ലോക്കോ പൈലേക്ക് ഇരിക്കുന്ന കണ്ട് അപ്പുറത്തെ ലോക്കോ അല്ല കേട്ടോ, ഇവിടെ അല്ല. പുള്ളിക്ക് അവിടെ ഇരുന്നാലേ കാണത്തുള്ളൂ, ഇവിടെ ഇരുന്ന മറ്റേ കാണത്തില്ലല്ലോ, അതായിരിക്കും. വണ്ടിയൊക്കെ ഭയങ്കര ലേറ്റാണ്. ശബരിയൊന്നും അനക്കം പോലും ഇല്ല. 11:30 വരുന്ന ഇപ്പോൾ 11:45. ഇത്രയായിട്ടും കാണുന്നില്ല. ഇതിലേ പോയോ എന്തോ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും വരുന്നത് മിക്കവാറും. ഇവിടെയാണ് വണ്ടികൾ വന്നുകൊണ്ടിരുന്നത്.
ഇനിയിപ്പോൾ അങ്ങോട്ട് വല്ലതും മാറ്റുമോ എന്നറിയത്തില്ല. നമ്മൾ രാവിലെ കണ്ട വണ്ടിയില്ലേ, റായ്പൂർ സെക്കന്ദരാബാദ്, ആ വണ്ടിയുടെ റേക്ക് കണ്ട് ഇവരിവിടെ ചർലപ്പള്ളി കൊണ്ടിടുക കേട്ടോ. ഈ ശബരി ഏത് കാലത്ത് വരുമോ എന്തോ, ദൈവമേ അവിടെ കണ്ട് പിടിച്ചിട്ടേക്കുക. മറ്റേ എന്തുവാ കക്കട്ടിയ എന്ന് പറഞ്ഞ ആ വണ്ടിയും അതിന് തൊട്ട് ബാക്കിലുണ്ട്. അതാണ് ആദ്യം സെക്കന്ദരാബാദ് എത്തേണ്ടത്. ഇനി അതെങ്ങാനും കയറി ഓട്ടോയ്ക്ക് അടിക്കുമെന്നും അറിയത്തില്ല. അന്ന് ഞാൻ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ്സിന് പോയപ്പോൾ NTS ആപ്പിൽ പറ്റിക്കലുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് വീണ്ടും ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. മറയൂർ ചർലപ്പള്ളി 42. വണ്ടി ഇവിടെങ്ങുമില്ല കണ്ടോ. ഇപ്പോൾ സമയം എത്രയെന്ന് നോക്കിയേ, 55 കണ്ടോ. ഇതുപോലെ പറ്റിക്കുന്ന ഒരു ആപ്പ്. അവർ നേരത്തെ ഡെസ്റ്റിനേഷൻ എത്തിക്കാൻ വേണ്ടി വണ്ടി എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണമെങ്കിലും വണ്ടി അമ്മമാർ ആപ്പിൽ കൂടാനും ഓടിച്ച് സെക്കന്ദരാബാദ് എത്തിക്കുക. അങ്ങനത്തെ പരിപാടിയാണ്. വണ്ടി ഇതുവരായിട്ടും കാണുന്നില്ല. ആപ്പിൽ ചർലപ്പള്ളി എത്തി. പക്ഷേ വേറെ സ്മേ ട്രെയിനിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ കറക്റ്റ് ഇപ്പോൾ പൊസിഷൻ കാണിക്കുന്നത് കണ്ടോ. ഇപ്പോൾ വേണ്ട 11 കിലോമീറ്റർ ടു KSR. ചർലപ്പള്ളി പോലും ആയിട്ടില്ല. ഇവർ ഈ ഡേറ്റ എവിടെ നിന്ന് ഫെച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ശബരിയുടെ മുന്നിൽ താണ്ട് ഇതേപോലത്തെ താണ്ട് കുറേ ഗുഡ്സൊക്കെ വരുന്നുണ്ടാണ്ട്. ഇതൊരു ഗുഡ്സാണ്. ഈ ഗുഡ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും ലേറ്റ് ആവുന്നത്. അടിപൊളി. ഇത് കണ്ട പാരലാണെന്ന് നോക്കുകയാണേ. ഈ ഗുഡ്സ് ആയിട്ട് പാരലായിട്ട് മറ്റേ വന്ദേ ഭാരത് വരുന്നുണ്ട്. ഇതെനിക്കൊരു നാഗ്പൂർ സെക്കന്ദരാബാദ് വന്ദേ ഭാരത് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് വരുന്നത്. ആ വന്ദേ ഭാരത് പയ്യെ വന്നാണെങ്കിലും ആ ഗുഡ്സിനെ റണ്ണിങ്ങിൽ ഓട്ടയ്ക്ക് അടിച്ച്. ഇപ്പം മനസ്സിലായി ഈ വന്ദേ ഭാരത് ഞാൻ അടുത്ത വണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ വണ്ടിയായി വെറുതെ. യശ്വന്ത്പൂർ ഗോരഖ്പൂർ എക്സ്പ്രസ് കേട്ടോ, ആ വണ്ടിയാ. ആ വന്ദേ ഭാരത് ശബരിനെ ഓവർടേക്ക് അടിച്ചു. അതാണ് ശബരി ലേറ്റ് ആവുന്നത്, വേറൊന്നും അല്ല. ഇത് നേരത്തെ റിവേഴ്സ് പോയ ഐറ്റം അല്ലേ, എന്താ പിന്നെ ഇങ്ങോട്ട് വരുന്നേ? എന്തുവാ ഇവര് കാണിക്കുന്നത് ആർക്കറിയാം. നോക്ക്, ഇത് നേരത്തെ റിവേഴ്സ് പോയ ഐറ്റമാ അത് കേട്ടോ പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ആ ചാറിലാണ് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ കേട്ടോ, ഭാഗ്യം. നമ്മുടെ ശബരി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ആ അടിപൊളി. ജനറലൊന്നും നിൽക്കാൻ പോലും സ്ഥലമില്ല, അമ്മാതിരി ഇടിയാണല്ലോ ദേവേ. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാട്ടോ, ഇത് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഇത് ഗോൽക്കൊണ്ട എക്സ്പ്രസ് ആണ് ഈ വണ്ടിയുടെ പേര്. സെക്കന്ദരാബാദിൽ നിന്ന് ഗുണ്ടൂർ പോകുന്ന വണ്ടിയാട്ടോ, ഗോൽക്കൊണ്ട എക്സ്പ്രസ്. അങ്ങനെ ചർലപ്പള്ളി സ്റ്റേഷനിൽ പോയി നമ്മൾ ചർലപ്പള്ളി സ്റ്റേഷനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് സെക്കന്ദരാബാദ് വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ റൂമിലേക്ക് പോട്ടെ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് റൂം. അപ്പോൾ റൂം ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹൈദരാബാദിൽ നിൽക്കുന്ന ഏതാണ്ട് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. അസ്രാണി ഇൻ്റർനാഷണൽ എന്ന ഹോട്ടലാണ്. ഇവിടെ എനിക്ക് 1500 രൂപയ്ക്ക് മുറി കിട്ടി. അഗോഡ എന്ന വെബ്സൈറ്റിൽ കൂടെയാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് റൂമിൽ പോയി കയറാം. ഇത് കണ്ടോ, ഇത് നല്ല കിടുക്കാച്ച മുറിയാണല്ലോ എൻ്റെ പൊന്നെ. ഇത് ലോട്ടറി ആട്ടോ. ഞാൻ അഗോഡ എന്നൊരു സൈറ്റ് ഉണ്ട്, ആപ്പുണ്ട്. അഗോഡ ആപ്പിൽ കൂടെയാണ് ഈ ഒരു റൂം ബുക്ക് ചെയ്തത്. എനിക്കത് നല്ല ഡീലുണ്ടായിരുന്നു. 3000 സംതിങ് ആണ് ഈ ഒരു മുറിക്ക്. 1540 രൂപയ്ക്ക് എനിക്ക് മുറി കിട്ടി. അഗോഡ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ ചില സമയത്തൊക്കെ നല്ല ഓഫർ കിട്ടും. ഇപ്പോൾ ചർലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഈ ഹൈദരാബാദുകാർക്ക് ബാംഗ്ലൂർ പോകാനുള്ളൊരു അടിപൊളി വണ്ടിയുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ആ വണ്ടി. കാച്ചിഗുഡ മൈസൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്.
അപ്പോൾ അതിനെ ഞാൻ മാത്രമല്ല നമ്മുടെ അനന്തു ഉണ്ട്. അനന്തു കർണൂലിൽ ജോയിൻ ചെയ്യും. അനന്തു ഇപ്പോൾ കർണൂലിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാച്ചിക്കട മൈസൂർ എക്സ്പ്രസിന് വീഡിയോ ആയിട്ടാണ്. അപ്പോഴേക്കും ബൈ.